ചേട്ടത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഷോക്ക് ഓപ്ഷൻ്റെ ഓയിൽ ലീക്ക് ഡിസ്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഫോർക്കൊക്കെ കയറ്റി അയച്ചിരുന്നു നമ്മൾ. ഇതൊക്കെ അതിൻ്റെ ഫോർക്കിൻ്റെ ഭാഗങ്ങളാണ്, ഫ്രണ്ട് ഷോക്ക് ഓപ്ഷൻ്റെ ഭാഗങ്ങളാണ്. അതിന് നമുക്ക് മാറേണ്ടത് ആ ഓയിൽ ലീക്കിന് മാറേണ്ട ഈ 2 ഓയിൽ സീലാണ്. ഈ 2 ഓയിൽ സീലും അതുപോലെ തന്നെ ഇതിൻ്റെ 2 ഡസ്റ്റ് സീല്, ഈ ലോക്ക്, അതിൽ ഓയിൽ, അതൊക്കെയാണ് നമുക്ക് മാറേണ്ടത്. അതൊക്കെയാണ് അതിൻ്റെ ഫോർക്കിൻ്റെ ഭാഗങ്ങൾ. ഷോക്ക് ട്യൂബൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല, അതൊക്കെ നമുക്ക് ഇത് തന്നെ റീസെറ്റ് ആക്കാൻ പറ്റും, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത് നമുക്ക് ഡിസ്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ഡിസ്ക് പാഡാണത്. പാഡ് ഫുള്ളായിട്ട് തേഞ്ഞിട്ട് മെറ്റൽ കയറി വരയാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. ഈ ചാല കൂടുന്ന മെറ്റൽ കയറി വരച്ചിട്ട് ചാല ആയതാണ്. പിന്നെ അതിൻ്റെ MC കിറ്റാണ്. MC ആ ഹാൻഡിൻ്റെ ഭാഗത്ത് വരുന്ന, ബ്രേക്ക് പിടിക്കുന്ന ഭാഗത്ത് വരുന്ന ഒരു പാർട്സാണിത്. ഇത് നമുക്കത് മാറ്റിക്കളയേണ്ടി വരും. ഇത് നമുക്ക് റീസെറ്റ് ആക്കാൻ പറ്റില്ല, അത് അയച്ച് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. ഫുള്ളായിട്ട് ചെളി കയറി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ റീസെറ്റ് ആക്കിയിട്ടുണ്ട് തോന്നുന്നു, അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്കിത് മാറ്റിക്കളയണത് ഏകദേശം ഒരു 1260 രൂപയുടെ വില വരുന്നുണ്ട് ഇതിന്. അപ്പോൾ ഇതൊന്ന് മാറ്റണം. അതുപോലെ ഇത് താഴെ ആ പ്ലേറ്റിൻ്റെ ഭാഗം വരുന്ന ഒരു കാലിപ്രസയാണ്. ഇതൊക്കെ നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യാം. ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഓറിങ്ങുകളൊക്കെ മാറ്റണം. അതിൻ്റെ ഭാഗങ്ങൾ വരുന്ന പാർട്സാണ് ഓറിങ്ങുകൾ, അതിൻ്റെ ബൂട്ട് സെറ്റ്, ഒരു നീഡിൽ, ഇതൊക്കെയാണ്. അതൊക്കെ നമുക്കത് മാറ്റിക്കളയണം. അതുപോലെ ഡിസ്ക് ഫോയിലൊക്കെ പുതിയതാക്കിയിട്ട് നമുക്കത് കറക്റ്റ് റീസെറ്റ് ആക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഈ പ്ലേറ്റിൽ ചെറിയൊരു തേയ്മാനം, ആ മെറ്റല് ആ പാഡ് തീർന്നിട്ടേ ചെറുതായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ തന്നെ നമുക്ക് റീസെറ്റ് ആക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബസർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഇൻഡിക്കേറ്ററിൻ്റെ. അപ്പോൾ അതൊന്ന് നമുക്ക് റെഡിയാക്കണം. പിന്നെ ബാക്ക് ബ്രേക്ക് കേട്ടുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് അയച്ച് ബാക്ക് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത്ര തന്നെ കംപ്ലയിൻ്റ് ഉള്ളൂ. പിന്നെ ഈ മിററൊക്കെ ഒന്ന് കറക്റ്റ് റീസെറ്റ് ആക്കണത്. വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഈ വർക്കിൻ്റെ എല്ലാം കൂടി നോക്കിയുള്ള ഒരു എസ്റ്റിമേറ്റും കൂടി സാറിന് തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ.